എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീ ജോസഫ് ബെന്നി, എന്തെങ്കിലും മാറ്റമുണ്ടോ ഇക്കാര്യത്തിൽ? ജോസഫ് ബെന്നിയുടെ നിലപാടും ഫാദറിന്റെ നിലപാടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇക്കാര്യത്തിൽ? രണ്ടുപേരുടെ നിലപാടുകളാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഒന്ന് സർക്കാരിന്റെ നിലപാടും, രണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടും. പ്രതിപക്ഷ നേതാവിന്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് ഇപ്പൊ 3 വർഷമാകുകയാണ്. ഈ 3 വർഷമായിട്ടും ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാതെ നിരാഹാരം ഇരിക്കുന്നു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആകെ പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുകയാണ്. രാഷ്ട്രീയക്കാർ പറയുന്നതിൽ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടി അല്ലാത്ത ഒരു ഭൂമി വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തിരിക്കുന്നു. അത് കൃത്യമായി പരിശോധിക്കാൻ ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു. ഞങ്ങൾ ഇന്നലെയും പോയി സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ വെളിച്ചത്തിൽ ഈ വഖഫ് ബോർഡിന്റെ ആസ്തിയിൽ നിന്ന് ഞങ്ങളെ മാറ്റിത്തരണം. ഇത് 2019 മാത്രമാണ് വഖഫ് ബോർഡിന്റെ ആസ്തിയിൽ. ഈ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് അത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ പ്രഹസനമാണെന്ന് വേണോ പറയാൻ? അല്ല, ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് പറഞ്ഞിട്ടുള്ള മുൻകാല പ്രാബല്യം വേണ്ട എന്ന് വെക്കട്ടെ. അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നു? മുൻകാല പ്രാബല്യം ഉണ്ടാവും, അത് നല്ലതല്ലേ? മുൻകാല പ്രാബല്യം അല്ല, അത് കേന്ദ്ര നിയമമല്ലേ? കേന്ദ്ര നിയമം അവിടെ നിൽക്കട്ടെ. കേരള നിയമത്തിൽ നിങ്ങൾക്ക് ഇതിന് വിട്ട് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മുഴുവൻ കാര്യം സാധിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതല്ലേ നോക്കേണ്ടത്? അല്ല, 2019 കിട്ടില്ലെന്ന് ഞാൻ പറയുന്നു. കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമി അല്ലല്ല. ഈ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ചോദ്യമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജോഷി മയ്യാട്ടിൽ അച്ഛൻ പറയട്ടെ, ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി കേന്ദ്രത്തിൽ നിയമം വന്നില്ലെങ്കിൽ ഇത് മാറ്റി കിട്ടില്ല എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചത്. ഞാൻ പുറത്തുള്ള ആളല്ല, ഞാൻ ഇതിന്റെ ഇരയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ്. അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ജിജി. അദ്ദേഹത്തിന്റെ ഭൂമിയും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഫാദർ ശ്രീ ജോസഫ് ബെന്നിയുടെ ഒരു പ്രതീക്ഷയാണ്. അല്ല, ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് പ്രയോജനമില്ല എന്നാണോ ഫാദറിന്റെ നിലപാട്? നോക്കുക, ജുഡീഷ്യൽ കമ്മീഷനിലൂടെ ഇത് ശരിയാകാനുള്ള സാധ്യതയുണ്ട്. അതിനെന്തിനാ തള്ളിക്കളയുന്നത്? അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി കേന്ദ്രത്തിൽ മുൻകാല പ്രാബല്യം വേണ്ട എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ആർക്കാണ് ഈ പൗരന്മാരോട് താല്പര്യം? ആർക്കാണ് അങ്ങനെ തോന്നുന്നത്? ഞാൻ ചോദിക്കുന്നത് സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ജുഡീഷ്യൽ കമ്മീഷൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് ഈ ജനത്തിന്റെ കാര്യത്തിൽ സൊല്യൂഷൻ നിർദ്ദേശിച്ച് ആത്മാർത്ഥമായി ഇപ്പോഴത്തെ സർക്കാർ അത് എടുത്ത് അതനുസരിച്ച് വഖഫ് ആക്ടിലെ 91 ഉപയോഗിച്ച് ഒരുപക്ഷെ ലാൻഡ് അക്വിസിഷൻ നടത്തി ആ ലാൻഡ് ഈ ജനത്തിന് നൽകിയാൽ അതോടെ ആ പ്രശ്നം വഖഫ് ബോർഡിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാമല്ലോ. പ്രശ്നം കിടക്കുന്നത് നോക്കൂ, പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്നറിയാവോ? പ്രശ്നം കിടക്കുന്നത് പിന്നെയും തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വീണ്ടും കേസും കുറ്റീശ്വരമായിട്ട് മുന്നോട്ട് പോയി ഇത് വീണ്ടും വർഷങ്ങളോളം പ്രശ്നമായി തീരാം. അവിടെയാണ് കേന്ദ്ര നിയമത്തിന്റെ പ്രസക്തിയുള്ളത്. സച്ചിദാനന്ദൻ ഇപ്പോൾ കരമടയ്ക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ സത്യം